ഗെയ്സ്, ഞങ്ങൾ കയറാൻ പോകുന്നത് ഞങ്ങളെ ടീമാണ് കേട്ടോ. വെറും ടീമല്ല, ഭയങ്കര വമ്പൻ ടീമാണ്. കണ്ടോ, വമ്പൻ ടീമാണ്. അപ്പോൾ ഞങ്ങൾ കയറാൻ പോകുന്ന മല ഞങ്ങളിപ്പോൾ കാണിച്ചു തരാവുന്നതാണ്. മുള്ളുകമ്പിയാണ്. ഇരുന്ന് നിറങ്ങിയാ മതി. കണ്ടോളൂ ഫ്രണ്ട്സ്, ഈ മലയുടെ മുകളിലേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ കയറി വന്ന വഴിയുടെ ഏകദേശം ഒരു വ്യൂ പോയിന്റാണ് നീ കാണുന്നത്. കണ്ടോളൂ, ഞങ്ങളുടെ ക്യാമറമാൻ പുറകെ വരുന്നുള്ളൂ. ഡയറക്ടർ തലയിൽ എന്തൊക്കെയോ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. പേടിച്ചിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തൊക്കെയോ പുലി ഉണ്ടെന്ന് പറയുന്നു, ആന ഉണ്ടെന്ന് പറയുന്നു, കടുവ ഉണ്ടെന്ന് പറയുന്നു. കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മോളിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. അവിടെ നിൽക്കടാ കുഞ്ഞാ. ഗായ്സ്, ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് ഈ മലയുടെ മുകളിൽ വരെ കയറാനുണ്ട്. ഇത് കയറിയതിന് ശേഷം ബാക്കി അടുത്ത് നമുക്ക് വ്യൂ കാണിക്കേണ്ടതാണ്. എന്താണെന്നറിയത്തില്ല, ശ്വാസം കിട്ടുന്നില്ല. കയറി വന്നിട്ടായിരിക്കാം. എന്തായാലും കയറി വന്നത് ഒട്ടും വളരെ മോശമായിട്ടില്ല. നല്ലൊരു വൈബ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ഇനി 2 പേര് കൂടെ കയറി വരാനുണ്ട്. 2 പേര് ഇപ്പോൾ നമുക്ക് താഴെ നിന്ന് കയറി വരുന്നുള്ളൂ. കണ്ടോളൂ, കണ്ടോ, നടന്ന് മടുത്താണ് കയറി വരുന്നത്. അത്രയ്ക്കും നല്ലൊരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിമാലി ഭാഗത്തുള്ളതിൽ ഏറ്റവും നല്ലൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങ് നേരെ ദൂരത്തിൽ കാണുന്നത് കല്ലാറുട്ടി ഡാമും, അതിനപ്പുറത്ത് കല്ലാറുട്ടി ഏരിയയാണ് കാണുന്നത്. പിന്നെ നമുക്ക് കാണാനാണെങ്കിൽ ഈ മഞ്ഞ് മൂടി കിടക്കുന്നതാണ് അടിമാലി. ഈ മലയുടെ താഴ്വരയാണ് അടിമാലി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് വലിയ കാര്യമായിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല, എന്നാലും കാണാവുന്ന അത്രയും ഞാൻ കാണിച്ചു തരാം. അടിമാലി അങ്ങനെ 3ാമത്തെ സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ താഴെ കാണുന്നതാണ് നമ്മൾ ആദ്യമേ കണ്ടത്. കണ്ടു, ഓരോ ഗൈസ് വരുന്നുണ്ട്, 2 ബ്രോസ് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്ന വ്യൂ പോയിൻ്റ്. എല്ലാവരും പ്രത്യേകം കണ്ടോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥലത്തേക്ക് വരിക. കറക്റ്റായിട്ട് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കയറാനുള്ള അടുത്ത ഇതിൻ്റെ വഴിയാണ്. വളരെ ദുർഘടം പിടിച്ച വഴികളിൽ ഒന്നാണിത്. ഒന്ന് നോക്കി പതിയെ വേണം കയറാനായിട്ട്. കൂട്ടത്തിൽ വന്ന 2 പേര് തന്നെ ഇവിടെ മടുത്തിരിക്കുകയാണ്. ഹിമാലയം പോലെ മഞ്ഞ് താഴ്വരകളുടെ നടുവിൽ അടിമാലിയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന മലയാണ് ഈ കാണുന്നത്.
ഈ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വൈബ് തന്നെയാണ്. ഇതെല്ലാവർക്കും ഇവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഗൈസ്, ഇതാണ് ഹൈ റേഞ്ചിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള അടിമാലിയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പെട്ടിമുടി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഏകദേശം നമ്മൾ കയറി തീർന്നു. ഇനി ഇത് ഈ കാണുന്ന ഭാഗം കൂടെ നമുക്ക് പോയി നോക്കാനുണ്ട്. അങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ കൂടെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലെ കാണുന്ന പോലെ തന്നെ ഒരു സൂയിസൈഡ് പോയിൻറ്റിന് ഒരു ചെറിയൊരു രൂപം തന്നെയാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 10,500 അടി താഴ്ചയോളം ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. അടുത്ത കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മൾ ഈ വഴികളിലൂടെ നമ്മൾ ഏകദേശം അതിൻ്റെ നിറക്കയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ കാണുന്നതാണ് ശരിക്കും അടിമാലി ടൗൺ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അടിമാലി ടൗണ്. ഇത് പെട്ടിമുടിയുടെ മറ്റൊരു വ്യൂ പോയിൻ്റാണ്. ഇങ്ങനെ കറങ്ങി നിന്ന് കാണുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നത് ഈ ചെറുതായിട്ട് കാണുന്നതാണ് കുരിശുപാലയിൽ പുതുതായിട്ട് തുടങ്ങിയ റിസോർട്ടാണ്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വലിയ മലയാണ് മൂന്നാർ. ഏകദേശം ഇതേ കാണുന്നത് 2-ാം മൈലാണ്. ഈ ചെറിയ ഇതായിട്ട് കാണുന്നത് 2-ാം മൈൽ റിസോർട്ടുകളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അതിഗംഭീരമായ വൈബും വിശേഷവും